അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം ആദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സുംബുലയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ബഷീർ ഫൈസി ഉസ്താദ്, താജു സാദാത്ത് സയ്യിദ് KPC തങ്ങൾ ഉസ്താദ് അവറുകളെ അനുസ്മരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട വോയിസ് ഞാൻ എൻ്റെ ഉപ്പ മാനു മുസ്ലിയാരുടെ കൂടെ ഇരുന്നാണ് കേട്ടത്. അതിന് തൊട്ടു മുൻപായി ഉപ്പ ഉസ്താദിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഗ്രൂപ്പിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോടും അപ്രകാരം ഉസ്താദിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് ബഷീർ ഫൈസി ഉസ്താദിന് പുറമെ ഉപ്പ കൂടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിൻ്റെ ഒരു ആത്മീയമായ മദത് ലഭിക്കാൻ അത് നിമിത്തമാകും എന്ന് കരുതിക്കൊണ്ട് മാത്രം ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ 3 മക്കൾ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. എൻ്റെ ജ്യേഷ്ഠൻ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഈ ഗ്രൂപ്പിലെ അംഗമാണ്. അങ്ങനെ എന്നേക്കാൾ കൂടുതൽ ഉസ്താദിനെ ഒരുപക്ഷെ അനുഭവിച്ച ആളുകൾ കൂടി ഈ ഗ്രൂപ്പിലുണ്ട്. എന്നാൽ പോലും സുദീർഘമായ ഒരു കാലഘട്ടം ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കാൻ കഴിഞ്ഞ ഒരു മുത്തഅല്ലിം, ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം അവിടുത്തെ ക്ലാസ് ആയിരുന്നു. പലപ്പോഴും ഉസ്താദിനെ ദൂരെ നിന്ന് നോക്കിക്കണ്ട പല ആളുകളും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഇൽമിനെ സംബന്ധിച്ച്, തദ്രീസിലെ മഹാറത്തിനെ സംബന്ധിച്ചൊന്നും അത്രമാത്രം അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ദുആ മജ്ലിസുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന പല മഹല്ലുകളുടെയും ഖാളിയായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന പ്രിൻസിപ്പളായിട്ടുള്ള സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ഒരു ബഹുമാനപ്പെട്ട വ്യക്തിത്വം എന്നതിൽ ഉപരി, അല്ലെങ്കിൽ ഒരു സയ്യിദ് എന്നതിൽ ഉപരി, ആഴത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഇൽമിനെ സംബന്ധിച്ച്, വ്യത്യസ്തമായ ഫന്നുകളിലുള്ള മഹാറത്തുകളെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അവിടുത്തെ ശിഷ്യഗണങ്ങൾക്ക് മാത്രമായിരിക്കും. ഞങ്ങളൊക്കെ വല്ലപ്പുഴ ദാറുന്നജാത്തിലെ ആദ്യത്തെ ബാച്ചുകാരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് 2007 മുതലാണ് പ്രിൻസിപ്പളായിട്ട് അവിടെ ചാർജ് എടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കിതാബുകളായ ഫത്തുൽ മൊയ്ൻ, തഫ്സീറുൽ ജലാലൈനി, മഹല്ലി, മിഷ്കാത്ത് തുടങ്ങി നിരവധി കിതാബുകൾ ഓതി തന്നത് വന്യരായ ശൈഖുന സയ്യിദ് KPC തങ്ങൾ ഉസ്താദ് അവറുകളായിരുന്നു. ഉസ്താദ് അവറുകൾ ഈ 17 വർഷക്കാലം അവിടെ സേവനം ചെയ്തത് ശമ്പളം വാങ്ങാതെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. 2007 മുതൽ ഉസ്താദ് വഫാത്താകുന്നത് വരെ ആ സ്ഥാനം അലങ്കരിച്ചിട്ടും ഒരു രൂപ പോലും ശമ്പളം വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഉസ്താദിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലൊക്കെ പല രൂപത്തിലും പല അർത്ഥത്തിലും സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ്. ആഫിയത്തുള്ള കാലഘട്ടത്തിൽ വിദൂര ദിക്കുകളിൽ, വിദേശങ്ങളിലും മറ്റൊക്കെ പോയി, അതുപോലെ തന്നെ ഉസ്താദിനെ സമീപത്ത് വരുന്ന ചികിത്സാ ആവശ്യാർത്ഥം ഉസ്താദിനെ സമീപിക്കുന്ന, ഉസ്താദിൽ അഭയം പ്രാപിക്കുന്ന ആളുകളെ കണ്ട് അവരോടൊക്കെ കൃത്യമായി സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ ധരിപ്പിച്ച്, അവർ വന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സ്ഥാപനത്തിലേക്ക് ഇന്നാലിന്ന രൂപത്തിലൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും അത് ഭക്ഷണമായിട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. പ്രധാനമായും സന്താന ലബ്ധിയില്ലാത്ത, സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകളൊക്കെ ഉസ്താദിനെ സമീപിക്കുന്ന ഘട്ടത്തിൽ ചികിത്സാ മുറകളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് ശേഷം പറയും, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്നാ പറയും, എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം കേട്ടോ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന്ന ആളുകൾ ചോദിക്കും, എന്ത് ഭക്ഷണമാണ് ഉസ്താദെ കൊടുക്കേണ്ടത്? അപ്പോൾ പറയും, അതാ കുട്ടികളോട് ചോദിച്ചാൽ മതി പറയും. അപ്പോൾ ഈ വന്ന ആളുകൾ മിക്കപ്പോഴും ദുഹറിനോ അസറിനൊക്കെ അവർ
ദാറുന്നജാത്തിലേക്ക് വരും. എന്നിട്ട് അവിടെ കാണുന്ന കുട്ടികളെ വിളിച്ചിട്ട് അവർ ചോദിക്കും, എന്ത് ഭക്ഷണമാണ് നിങ്ങൾക്ക് ഇഷ്ടം? ആ കുട്ടികൾ എന്ത് ഭക്ഷണമാണോ പറയുന്നത് അത് കൊടുക്കാനാണ് ഉസ്താദ് പലപ്പോഴും പറഞ്ഞിരുന്നത്. 2007 ഉസ്താദ് പ്രിൻസിപ്പളായി ചുമതലയേൽക്കുന്ന ഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ പെട്ടെന്ന് പോയി. ഒഴുകൂര് മുഹമ്മദ് ബാക്കവി ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ഒരു ബഹുമാനപ്പെട്ട ഉസ്താദായിരുന്നു. ഉസ്താദിന് പെട്ടെന്ന് പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് യാദൃശ്ചികമായിട്ട് ഷെയ്ഖുന സയ്യിദ് അവറുകൾ കയറി വരുന്നത്. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ എടുത്തു നോക്കി. അന്ന് ഉസ്താദ് പട്ടാമ്പിയിലെ തെദ്രീസ് അവസാനിപ്പിച്ച് ഒരു വിശ്രമ ജീവിതം തിരഞ്ഞെടുത്ത ഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ ഇനി ആരാണ് പ്രിൻസിപ്പളായിട്ട് നിങ്ങൾക്ക് വരിക എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഉസ്താദിന് തന്നെ വന്നൂടെ, ഉസ്താദ് ഇപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് വിട്ടിട്ടുണ്ടല്ലോ. പലപ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറയാറുണ്ട്, അന്ന് ക്ലാസ്സിൽ നിന്ന് ചോദിച്ച ആ ചോദ്യമാണ് എനിക്ക് വലിയ പ്രചോദനമായത്. എല്ലാ വിഷയത്തിലും അവഗാഹം, വേണ്ടത്ര മഹാറത്തുണ്ടായിരുന്നു, വിശിഷ്യ ഫറായിലിൻ്റെ കാര്യത്തിൽ. ഷേഖുനാവറുകൾ കൃത്യമായിട്ട് ഫറായിൽ പഠിപ്പിച്ചു. അത് ബോർഡിലൊക്കെ ചെയ്ത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ഉസ്താദിൻ്റെ സമീപത്തേക്ക് വരുന്ന ഫറായിലുമായി ബന്ധപ്പെട്ട കേസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അത് ആദ്യം ചെയ്യുന്ന വ്യക്തിക്ക് ചെയ്ത് പൂർത്തീകരിക്കുന്ന ആൾക്ക് ഉസ്താദ് ഒരു ഹദിയ കൊടുക്കും. ഹദിയ കൊടുക്കുക എന്നുള്ളത് ഉസ്താദിൻ്റെ വലിയ ഒരു ശീലമായിരുന്നു. ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ ലേഖനങ്ങൾ പത്രമാസികകളിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉസ്താദിനെ കാത്തിരിക്കും പിറ്റേ ദിവസം കാണാൻ. ക്ലാസ്സിൽ വന്ന ഉടനെ ഇത്തരം സന്തോഷങ്ങളാണ് കൈമാറുക. ആരുടെങ്കിലൊക്കെ ലേഖനങ്ങൾ പത്രമാസികകളിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുന്നേറ്റ് ഇന്ന് കാണിച്ചു കൊടുക്കും. ഉസ്താദ് അത് വളരെ കൗതുകത്തോടു കൂടെ സന്തോഷപൂർവ്വം വായിക്കും. ശിഷ്യന്മാരുടെ ഓരോ നേട്ടത്തിലും വലിയ സന്തോഷം ഉസ്താദ് പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങളൊക്കെ ഓരോ മഹല്ലുകളുടെ ഖത്തീബുമാരായി, അതുപോലെ തന്നെ പിന്നീട് മുദരിസുമാരായി, അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ആസാമിൽ, അതുപോലെ തന്നെ മറ്റുള്ള ക്യാമ്പസുകളിലൊക്കെ, ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ, വലിയ പുസ്തകങ്ങൾ രചിച്ചപ്പോൾ, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ, അപ്പോഴൊക്കെ ഉസ്താദ് ഒരു പിതാവിനെ പോലെ സന്തോഷിക്കുന്ന അവസ്ഥകൾ, വളരെ ആത്മാർത്ഥമായി ആ സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന ഘട്ടങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. ആ ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഉസ്താദിനോട് ചിലപ്പം പറയും, ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ ഉസ്താദ് തിരിച്ചു പറയാറുള്ളത്, ഉസ്താദിൻ്റെ മക്കളെ പേര് പറയും. എൻ്റെ മുത്തൂന് വേണ്ടി, ഷിയാബുവിന് വേണ്ടി, ആശിമിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. എൻ്റെ മക്കളെപ്പോലെ തന്നെ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും എൻ്റെ അപ്പാനോട് തമാശയിൽ പറയാറുണ്ട്, മാനോ ഈ ചെറുപ്പത്തിൽ ഓനെൻ്റെ കയ്യിക്ക് ഏൽപ്പിച്ചെന്നതാണ്. ഓനെ പഠിപ്പിച്ചതും തീറ്റിപ്പോറ്റിയതും ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയതും ഞാനാണ് എന്ന് വന്യരായ ഉസ്താദ് ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗുരുശിഷ്യ ബന്ധം എന്നതിൽ ഉപരിയായിട്ട് ഒരു പിതൃതുല്യമായ വാത്സല്യം, സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ നൽകിയിരുന്നത് എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്. ഷെയ്ഖുന കാപ്പിൽ വി ഉമർ ഉസ്താദിൻ്റെ ആണ്ട് ദിനം കൂടിയാണെന്ന്. അള്ളാഹു ഗഫറത്തും റഹ്മത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ, നെല്ലായ ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ഷെയ്ഖുന സയ്യിദ് KPC തങ്ങൾ ഉസ്താദ് അവർകൾ, 3 പേരും ഒരുമിച്ചാണ് മുഷാവറ യോഗത്തിന് പോയിരുന്നത്. ഈ മുഷാവറ യോഗത്തിനുള്ള ആ പോക്ക് വളരെ രസകരമായിരുന്നു. പലപ്പോഴും 3 പേരും ഒരുമിച്ച്, ചിലപ്പോൾ കോളേജിൽ നിന്നാണ് പോവുക, ദാറുന്നജാത്തിൽ നിന്നാണ് പോവുക. അല്ലെങ്കിൽ നേരത്തെ ഉസ്താദിന് KPC തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വണ്ടി വന്ന് പിന്നെ ഉസ്താദ് അതിൽ കയറി നെല്ലായിൽ നിന്ന് നെല്ലായ ഉസ്താദിനെയും അതിനു മുൻപ് കാപ്പിൽ ഉസ്താദിനെ എടുത്തിട്ട് 3 ഒരുമിച്ച് പോകുന്ന ആ യാത്രകളിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, നർമ്മങ്ങൾ, മറ്റു പല തമാശകളൊക്കെ പിന്നീട് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ സവിസ്തരം പ്രതിപാദിക്കും. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ചിരിക്കും. ഒരിക്കൽ ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദിന് വലിയ ഇഷ്ടവും താല്പര്യവുമായിരുന്നു ഉസ്താദിനോട്, ഷെയ്ഖുന KPC തങ്ങൾ ഉസ്താദിനോട് ഉണ്ടായിരുന്നത്. ഒരിക്കൽ യാദൃശ്ചികമായിട്ട് കാപ്പിൽ ഉമർ ഉസ്താദ് ദാറുന്നജാത്തിലേക്ക് വന്നു. അങ്ങനെ വന്ന ഉടനെ മറ്റുള്ള ഉസ്താദുമാരൊക്കെ പറഞ്ഞു,
KPC തങ്ങൾ ഉസ്താദ് അവർകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നേരെ ഉസ്താദ് അവർകൾ ക്ലാസ്സിലേക്ക് നടന്നു വന്നു. അങ്ങനെ ക്ലാസ്സിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ മുആനക്ക ചെയ്ത് മുസാഫഹത്തൊക്കെ ചെയ്ത് ഉടനെ തന്നെ വിദ്യാർത്ഥികൾ ഞങ്ങൾ ഒരു കസേര കൊണ്ടുവന്ന് ആ ക്ലാസ്സിലിട്ടപ്പോൾ ബഹുമാനപ്പെട്ട കാപ്പിലും ഉസ്താദ് അവിടെ ഇരുന്നു. എന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വലിയൊരു തൗഫീഖാണ് നൽകിയിട്ടുള്ളത്. ഒരു സയ്യിദും ആലിമുമായൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് ദീർഘനേരം ഞങ്ങളോട് സംസാരിച്ചു. എന്നിട്ട് ഉസ്താദ് അവറുകളെ KPC തങ്ങൾ ഉസ്താദ് അവറുകളോട് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് പിരിയാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പിരിഞ്ഞു പോയ ഒരു രംഗം കൂടി സമയത്ത് ഓർമ്മ വരികയാണ്. കാപ്പിലമ്മർ ഉസ്താദും നെല്ലായ ഉസ്താദൊക്കെ പലപ്പോഴും വലിയ അർത്ഥത്തിലുള്ള സ്നേഹവും ബഹുമാനവും തങ്ങൾ ഉസ്താദ് അവർക്ക് നൽകിയിരുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട KPC തങ്ങൾ ഉസ്താദിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത അളന്നു മുറിച്ച അവതരണമായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്ത് പോവുക എന്നുള്ളതല്ല, പിറ്റേ ദിവസം വന്ന് കൃത്യമായിട്ട് പരിശോധന നടത്തും. അതുപോലെ തന്നെ ക്ലാസ്സുകളിലെ തമാശകൾ, വളരെ ഹൃദ്യമായ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആധുനിക പഠന സംവിധാനങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട രൂപത്തിലായിരുന്നു ഉസ്താദ് അവർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ അഭിപ്രായത്തിന് വലിയ മുൻഗണന. ക്ലാസ് എടുക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുൻപ് കുട്ടികൾക്കുള്ള സന്തോഷങ്ങൾ, പരാതികൾ ഇതൊക്കെ പറയാനുള്ള ഒരു 0 ഹവറായിരുന്നു, ഒരു ഇടവേളയായിരുന്നു. അതിനുശേഷം അത് ഏത് വിഷയമാണെങ്കിലും പറയാം, എന്തും ഓപ്പണായിട്ട് പറയാം. അവിടെ ഒരു തഅ്ലീമിന് നിരക്കാത്ത വല്ലതും വരുമോ എന്ന പേടിയൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് എന്തും പറയാം. അത്രയും ഹൃദ്യമായ രൂപത്തിൽ അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, വിശാല മനസ്സ് അത് ഉസ്താദിനുണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞു, ഉസ്താദ് ഈ മഞ്ഞ ഷാള് മേൽമുണ്ട് എടുത്തൊന്ന് മാറ്റണം. ഉസ്താദിന് ഇത് വേണ്ടെങ്കിൽ ഒരു പച്ച ഷാളാണ് നല്ലത്. പിന്നെ ഒരു 3 ദിവസത്തിന് ശേഷം ഉസ്താദ് അവറുകൾ മേൽമുണ്ടെന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇന്നലെ CKM സ്വാദിഖ് ഉസ്താദിൻ്റെ കൂടെ നബറല്ലാഹു മർക്കദ ഉസ്താദിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് ഉസ്താദും പറഞ്ഞു, തങ്ങൾ ഈ ഷാള് മാറ്റിയിട്ട് ഒരു പച്ച ഷാൾ ഇടണം എന്ന്. അപ്പോൾ ഉസ്താദിൻ്റെ കൂടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് എന്നൊക്കെ എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല പരാതിയും പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആളെ ഉടനെ ക്ലാസ്സിലേക്ക് വിളിച്ച് വരുത്തി അതിൽ വേണ്ട പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കും. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എടുക്കാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന് മുന്നോടിയായിട്ട് കൃത്യമായി ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് അവതരിപ്പിക്കും. അത് കൃത്യമായി അവതരിപ്പിച്ചതിന് ശേഷമായിരുന്നു ക്ലാസ് തുടങ്ങുക. മാത്രമല്ല സുദീർഘമായ സമയത്ത് മുത്താലയ്ക്ക് ശേഷമാണ് ഓരോ ക്ലാസ്സുകളും നടന്നിരുന്നത്. ഞങ്ങൾക്കും എപ്പോഴും നൽകാറുള്ള നിർദ്ദേശം അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ എത്ര വർഷക്കണക്കിനെടുത്ത വിഷയമാണെങ്കിലും മുത്താലഅ ചെയ്യാതെ ഒരു ക്ലാസ്സിലേക്കും പ്രവേശിക്കരുത്, അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. ഈ തദ്രീസിൻ്റെ ഒരു ബറക്കത്ത് ശരിക്കും അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ മുത്താലഅ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഉസ്താദിന് രാവിലെ മുതൽ ക്ലാസ് കഴിഞ്ഞ സമയം മുതൽ പിന്നെ രാത്രി വരെ പലപ്പോഴും തിരക്കായിരിക്കും. ഇനി വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ എത്രയോ ആളുകൾ ചികിത്സാ ആവശ്യാർത്ഥം ഉസ്താദിനെ സമീപിക്കും. അപ്പോൾ എപ്പോഴാണ് മുത്താലഅക്ക് സമയം കിട്ടാറുള്ളത്? അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തരാറുള്ളത് 3 മണി സമയത്താണ് ഉസ്താദ് എഴുന്നേൽക്കാറുള്ളത്. അത് കൃത്യമാണ്, ശരിയാണ്. കാരണം ഉസ്താദ് ഇശാ വാങ്ക് കൊടുത്ത ഉടനെ നിസ്കാരം കഴിഞ്ഞതും ഉസ്താദ് ഉറങ്ങും. പിന്നെ പിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഇശാഇന് മുൻപ് ഭക്ഷണം കഴിക്കും, ഇശാ വാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങുന്ന ഒരു ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നും ഹദ്ദാദ് ചൊല്ലും. പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഹദ്ദാദ് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അവിടുത്തെ കുടുംബത്തോട് കൂടെ ഇരുന്ന് ഹദ്ദാദ് ചൊല്ലുന്നത് പലപ്പോഴും ഞങ്ങൾ കേട്ടിരുന്നു. മാത്രമല്ല ജീവിതത്തിൽ വലിയ ചിട്ട, അത് ഈ ഉറക്കിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വാരി വലിച്ച് തിന്നുന്ന രൂപം ഒരു ശൈലി ഇഷ്ടമല്ലായിരുന്നു.
അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ വലിയ വൃത്തി, ഇതൊക്കെ വൃത്തിയും വെടിപ്പൊക്കെ അത് ശരിക്ക് കൊണ്ട് നടന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു. 2007 മുതൽക്ക് ദാറുന്നജാത്തിൻ്റെ വിദ്യാർത്ഥികളായ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സുവർണ്ണ കാലഘട്ടം. കാരണം A to Z കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളായിരുന്നു. ഓരോ മുഷാവറ യോഗത്തിന് ശേഷവും പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ഞങ്ങളിങ്ങനെ സാഗൂതം ഉസ്താദിനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. പണ്ഡിതോചിതമായിട്ടുള്ള അവിടെ നടന്ന ചർച്ചകൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കും. അതുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ഞങ്ങളോട് കൂടി അത് നോക്കാൻ വേണ്ടി പറയും. അവയവദാനം അൽസലാമ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ ഡോക്ടർ സ്വാദിഖാണ് എന്ന് തോന്നുന്നു, അദ്ദേഹം സമസ്ത മുഷാവറക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുന്നത്തമായത്തിൻ്റെ അല്ലെങ്കിൽ സമസ്തയുടെ നമ്മുടെ ഷാഫിഈ മദ്ഹബിൻ്റെ അഭിപ്രായം തേടിക്കൊണ്ട്. അന്ന് സമസ്ത മുഷാവറ യോഗത്തിൽ ഈ വിഷയം കത്തെടുത്ത് ചർച്ചയ്ക്ക് വെച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ചയ്ക്ക് വന്നത്. അതിൻ്റെ വ്യത്യസ്തമായ കിതാബുകളിലായിട്ട് പരതി കിടക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ച് കിടക്കുന്ന മസലകളൊക്കെ എടുത്ത് ഒന്ന് ജമ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതുപോലെ വേഷവിധാനത്തിലൊക്കെ വലിയ മിതത്വമാണ് പുലർത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களോട് ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദിൻ്റെ ഷെയ്ഖന്മാരെ സംബന്ധിച്ച് ഉസ്താദിൻ്റെ ഷെയ്ഖന്മാരാരൊക്കെയാണ്, ഉസ്താദിന് ആരൊക്കെയാണ്, ആരുടെയൊക്കെ തുരീഖത്ത്, ഏതൊക്കെ തുരീഖത്താണ് ഉസ്താദ് സ്വീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഉസ്താദ് അവர்கள் ഈ ആത്മീയ സരണിയിലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന 3 ആളുകൾ, ഒന്ന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നബറല്ലാഹു വർഖദ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. CM വലിയുല്ലാഹി തങ്ങളെ ഉസ്താദ് സമീപിച്ചതും അവരോട് സംസാരിച്ച കൂട്ടത്തിൽ 3 മക്കൾ ആലിമീങ്ങളാവണം എന്ന ആഗ്രഹം ഉസ്താദ് പ്രകടിപ്പിച്ചതും ആ 3 ആളുകളും ആലിമീങ്ങളായി തീർന്നു എന്ന് CM പറഞ്ഞതൊക്കെ ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർത്തെടുക്കുകയാണ്. അതുപോലെ മറ്റൊരാളെ ഉസ്താദ് സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷേഖുന കക്കടിപ്പുറം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കക്കടിപ്പുറം ഉസ്താദിനെ സംബന്ധിച്ചാണ്. കക്കടിപ്പുറം ഉസ്താദിനെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു ദിക്ർ വിറുതായി കൊണ്ട് നടക്കാൻ ഇജാസത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ, തങ്ങളോട്ട് ഇപ്പോൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനും ഇനി ചൊല്ലാനുള്ളതിനൊക്കെ ഞാൻ ഇജാസത്ത് തന്നു എന്ന് ഒരു പൊതുവായ രൂപത്തിൽ ചൊല്ലിയതിനും ചൊല്ലാനുള്ളതിനും ഇജാസത്ത് തന്നു എന്ന് ബഹുമാനപ്പെട്ട കക്കടിപ്പുറ ഉസ്താദ് മറുപടി പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടെ ഷേഖുന KPC തങ്ങൾ ഉസ്താദ് അവர்கள் ഏറ്റെടുക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട കാര്യം, ഉസ്താദിൻ്റെ ആത്മീയമായ ആ അളമത്ത്, ആ ഒരു ഉന്നതി, ഔന്നത്യം എത്രമേൽ വലുതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട കക്കടിപ്പുറ ഉസ്താദൊന്നും അങ്ങനെ വെറുതെ ഒരാളോട് ആ രൂപത്തിൽ പറയില്ലല്ലോ. അപ്പോൾ അത്രയും വലിയ ഒരു ആത്മീയമായ ദറജയിലേക്ക് ഉസ്താദ് അവர்கள் വളരെ ചെറുപ്പത്തിലേ എത്തിയിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഈ ആത്മീയമായ നമ്മുടെ പണ്ഡിതന്മാർ, മശായിഖന്മാരെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് നല്ലത്, അത്തിപ്പറ്റ ഉസ്താദിനെ സ്വലാഹിയത്തിനെ സംബന്ധിച്ച്, അവിടുത്തെ തവാളുവിനെ സംബന്ധിച്ചൊക്കെ ഉസ്താദ് പലപ്പോഴും നിറഞ്ഞ മനസ്സോടെ പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ എല്ലാത്തിനപ്പുറം ശിഷ്യന്മാർക്കൊക്കെ വലിയ സ്നേഹവും പരിഗണനയുമാണ് എപ്പോഴും നൽകിയിരുന്നത്. തിരുത്തേണ്ടതായിട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കാത്തു വെക്കൂല, അത് അപ്പം തിരുത്തും. അത് തിരുത്താനൊരു മടിയുണ്ടാവില്ല. അത് എത്ര വലിയ ആളുകളാണെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ട് വല്ലതുണ്ടെങ്കിൽ ഉടനടി തിരുത്തുന്ന ഒരു ശൈലി സ്വീകരിച്ചിരുന്നു. ഉസ്താദിനടുത്ത് മറ്റ് വല്ലവരെ കുറിച്ച് വല്ല ഗീബത്തോ വല്ലതും പറയപ്പെട്ട് കഴിഞ്ഞാൽ അത് പറയുന്ന വ്യക്തിയെ ഉടനെ തിരുത്തും. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് ദാറുന്നജാത്തിൻ്റെ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പള്ളിയിൽ വന്ന ഒരാൾ മറ്റൊരാളെ സംബന്ധിച്ച് ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉസ്താദ് ഉടനെ തിരുത്തി, നിങ്ങളിപ്പോൾ ആ നിസ്കരിച്ച നിസ്കാരം എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഉണ്ടായിരുന്നൂടെ, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഏത് ഘട്ടത്തിലും തിരുത്താനുള്ള വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് കാത്തു വെക്കാതെ, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അയാൾക്ക് എന്ത് തോന്നും എന്ന തോന്നലൊന്നും വകവെക്കാതെ തന്നെ തിരുത്തി കൊടുക്കുന്ന ഒരവസ്ഥ
ഉസ്താദിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളോട് പറയാറുള്ളത്, ഒരു ആലിമ്, ഒരു മുത്തഅല്ലിമ്, അവർ ജീവിതത്തിൽ പുലർത്തേണ്ട മര്യാദകൾ, അവരുടെ ഷിആർ എന്താവണം. എപ്പോഴും ദേഷ്യമായിരുന്നു. വലിയ കരള്ള തുണിയെടുത്ത് വന്നാൽ ദേഷ്യപ്പെടും. തലപ്പാവ് കെട്ടാതെ തൊപ്പി മാത്രം ധരിച്ചു വന്നാൽ ദേഷ്യപ്പെടും. എന്നിട്ട് പറയാറുള്ളത്, ഒരു ആശാരിയുടേതായിട്ടുള്ള ഒരു സിയും ഷിആറും ഉണ്ട്. അയാളുടെ വസ്ത്രവിധാനം ഈ രൂപത്തിലായിരിക്കും. അയാളുടെ ചെവിയിൽ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ടാകും. അതൊരു ആശാരിൻ്റെ സിയാണ്. ഒരു ആലിമിൻ്റേതായ ഒരു സിയുണ്ട്, ഒരു ഷിആറുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കണം, അതിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് നിരന്തരം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ആദ്യമായിട്ട് മേപ്രമ്പിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ, ഒരു കരയില്ലാത്ത, ഉസ്താദ് എടുക്കുന്നത് പോലെയുള്ള മദീന എന്നോ മക്ക എന്നോ എന്തോ അതിൻ്റെ ബ്രാൻഡ് നെയിം, അങ്ങനത്തെ ഒരു തുണി എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഈ തുണി എടുത്തിട്ട് വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ജുബ്ബയും ഉസ്താദ് തന്ന തുണിയും തലപ്പാവും ധരിച്ച് പോയിട്ട് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ കോലത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷം അതിലൊക്കെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി. പിന്നെ ചില ഘട്ടങ്ങളിലൊക്കെ ചെന്നാൽ സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിക്കും. സുബഹി ജമായത്തായിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്, എങ്ങനെ നിസ്കരിച്ചത്? ളുഹ നിസ്കരിച്ചോ എന്ന് ചോദിക്കും. ഒരിക്കൽ ഒരു 9:30 മണിക്ക് ഞാൻ പിന്നെ നെഹ്ജുറഷാദിലും, ചാമക്കാല നെഹ്ജുറഷാദിലാണല്ലോ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അൻവർ ഉസ്താദിൻ്റെ കൂടെ. അപ്പോൾ ഒരു 9:30 മണിക്ക് എനിക്ക് യാദൃശ്ചികമായിട്ട് ഉസ്താദിൻ്റെ ഒരു കോള് വന്നു. അങ്ങനെ ഇടയ്ക്കിങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കാറുള്ളൂ. ഞാൻ ഫോണെടുത്തപ്പോൾ എന്നോട് നേരെ ചോദിച്ചത്, ഷുഹൈബ് എന്താ ചെയ്യണം, ഈ ളുഹ നിസ്കരിച്ചിക്കണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഉസ്താദ്, ഞാൻ ളുഹ നിസ്കരിച്ചിട്ടില്ല, 11:20 ബെല്ലടിക്കുമ്പോഴാണ് നിസ്കരിക്കാൻ പോകാറുള്ളത്. അപ്പോൾ പറഞ്ഞു, 11:20 വരെ പിന്തിക്കേണ്ട കാര്യം എന്താണ്, അതിന് മുൻപ് നിസ്കരിച്ചൂടെ? എത്ര റക്അത്താണ് നിസ്കരിക്കൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, 2 റക്അത്താണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇനി മുതൽ 4 റക്അത്ത് നിസ്കരിക്കണം. ഒന്നാമത്തേതിൽ ഫാത്തിഹ കഴിഞ്ഞാൽ വശംസി ഓതണം, രണ്ടാമത്തേതിൽ വദ്ദുഹ ഓതണം, സലാം വീട്ടി മൂന്നാമത്തേതിൽ കാഫിറൂന, നാലാമത്തേതിൽ ഇഖ്ലാസ്. എന്നിട്ട് ഉസ്താദ് ഒരു ദുആ ആ സമയത്ത് പറഞ്ഞു തന്നു, ആ ദുആയും നിങ്ങൾ ചെയ്യണം, ആ ദുആയും നീ ചെയ്യണം എന്ന് പറഞ്ഞു. അത് സുന്നത്താണെങ്കിലും ഈ അതൊരു നിർബന്ധം പോലെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കേവലം ഒരു ഉസ്താദ് എന്നുള്ളതിലുപരി, ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പഠിച്ചിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു തെർബിയത്ത് കൃത്യമായിട്ട് ഞങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലും കിട്ടിയിരുന്നു എന്നുള്ളതും വലിയൊരു വാസ്തവമാണ്. അതോടുകൂടെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും മുഷാവറ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, തോന്നലുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരാൾ കൂടിയായിരുന്നു, ഒരു അത്താണി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വിയോഗത്തിലൂടെ സത്യത്തിൽ നഷ്ടപ്പെട്ടത്. ഓരോ കാര്യങ്ങളും കൂടിയാലോചന ചെയ്യുമ്പോൾ വാപ്പനോട് പറയും, തങ്ങൾപ്പാമനോട് ചെന്നിട്ട് ചോദിച്ചിട്ട് അതുപോലെ ചെയ്തോ എന്ന് പറയും. ഓരോ കാര്യങ്ങളും അങ്ങനെയിരുന്നു. സ്ഥലം എടുക്കേണ്ടി വന്നപ്പോൾ വീട് വെക്കാൻ സ്ഥലം എടുക്കാൻ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ ഉസ്താദിനോടാണ് പോയി കൂടിയാലോചന ചെയ്തത്. അതുപോലെ ചെറിയൊരു വാഹനം മേടിക്കാൻ വേണ്ടി, അന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന ഘട്ടമായിരുന്നു, വണ്ടി എടുത്ത ഘട്ടം. ഉസ്താദിനോട് പറഞ്ഞു, വലിയ കടബാധ്യത വെച്ചിട്ട് വണ്ടി എടുക്കണ്ട, എൻ്റെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട്, അത്യാവശ്യത്തിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ്, ഒരു 6 മാസത്തെ കാലയളവിൽ വേണമെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ ഞാൻ തരാം, അത് കടമായിട്ട് ഈ എടുത്തോളുണ്ടോ, 6 മാസത്തിനുള്ളിൽ എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കണത്, ശരിക്കും പറഞ്ഞാൽ ചില ഘട്ടത്തിൽ ഉസ്താദ് ഗുരുശിഷ്യ ബന്ധം, അതൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു നല്ല ഗുണകാംക്ഷി, ഒരു നല്ല സുഹൃത്ത്, ഇതെല്ലാമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ. ആ പത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുമായുള്ള ആ സ്നേഹബന്ധം. പിന്നെ മുൻകാലങ്ങളിലൊക്കെ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വരുന്നത്, അവരവരുടെ കുടുംബകാര്യങ്ങൾ പറയുന്നത്, അവരുടെ നിക്കാഹുകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്, അവരുടെ വീട് താമസങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്, ഇതൊക്കെ വലിയ താല്പര്യമായിരുന്നു.
മാത്രമല്ല ഞങ്ങളുടെയൊക്കെ മക്കളെ ഉസ്താദ് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ മക്കളെ ഞാൻ കുട്ടി ഉണ്ടായിട്ട് 90 കഴിയുന്നതിന് മുൻപ് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ചു, കുട്ടീനെ ഇങ്ങോട്ട് കൊടുന്നിക്കണ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഉസ്താദിനെ കൊണ്ടുവന്ന് കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം 2-3 തവണ എന്നോട് ഉസ്താദ് ചോദിച്ച് വീട്ടിൽ കൊടുന്നിക്കണ കുട്ടീനെ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കൊണ്ടുപോയി ഉസ്താദിനെ കാണിച്ചു. ഒരുപാട് നേരം ഉസ്താദ് ദുആ ചെയ്ത് മന്ത്രിച്ച് തന്നു. അപ്പം ഇതൊക്കെ ഒരു പിതൃതുല്യമായ സ്നേഹ വാത്സല്യമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ശിഷ്യന്മാരായ ഞങ്ങളോടൊക്കെ പങ്കുവച്ചിരുന്നത്. ഇനി ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതും ചെന്ന് പറയാം, അതൊക്കെ കേൾക്കും. അത് കേട്ടതിന് ശേഷം ഈ ഒന്നും ഇവിടെ ഇരിക്കും, കുറച്ച് നേരം ഞാനൊന്ന് മന്ത്രിച്ച് തരാം എന്ന് പറയും. എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് സുദീർഘമായ സമയം മന്ത്രിച്ച് തരും. പിന്നെ എല്ലാത്തിനും ഉപരി നാട്ടുകാരുമായുള്ള ഉസ്താദിൻ്റെ സ്നേഹബന്ധം. ചില പണ്ഡിതന്മാർക്കൊന്നും നാട്ടിൽ വലിയ ഒരു സ്നേഹബന്ധങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉസ്താദിനെ സംബന്ധിച്ച് നാട്ടുകാരൊക്കെ ഉസ്താദിൻ്റെ വലിയ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. വല്ലപ്പോഴും അങ്ങാടിയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വളരെ ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ദർസ് കഴിഞ്ഞ് വരുന്ന ഇടവേളകളിലൊക്കെ വല്ലപ്പോഴും ഉണ്ടാകും. ഉസ്താദിൻ്റെ കൂടെ എൻ്റെ മുത്താപ്പ മർഹൂം MK അബ്ദുൽ ജബ്ബാർ ഫൈസി, അങ്ങനെ പല നാട്ടിലെ ആലിമീങ്ങളും ഇങ്ങനെ കൂടി നിൽക്കുന്ന രംഗങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നാട്ടുകാരുമായിട്ടൊക്കെ വലിയ സ്നേഹബന്ധമായിരുന്നു ഉസ്താദ് കാത്തു സൂക്ഷിച്ചത്. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദാണ് ആദ്യമായിട്ട് എന്നെ ഖുതുബ ഓതിപ്പിച്ചത്. പട്ടാമ്പി വിട്ടതിന് ശേഷം പുൽക്കല്ലൂർ അടുത്തുള്ള കല്ലട്ടുപാലം എന്ന് പറയപ്പെടുന്ന മഹല്ല്, ആ മഹല്ലിൽ ഇപ്പോൾ നിലവിൽ ഉസ്താദ് അവരുടെ ചെറിയ മകന് എൻ്റെ ഉസ്താദ് കൂടിയായ ഹാഷിം തങ്ങൾ ഉദവി ഉസ്താദാണ് ഖത്തീബ്. അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് പല ആളുകളെയും ഉസ്താദ് ആദ്യമായി ഖുതുബ ഓതിപ്പിച്ചത്. അന്ന് ഉപ്പ ഹജ്ജിന് പോയ സമയം കൂടിയായിരുന്നു. എന്നെ കൊണ്ടുപോയി ഖുതുബ ഓതിപ്പിച്ച്, മാത്രമല്ല ആ ഖുതുബക്ക് പോകുന്നതിന് മുൻപ് നുബാത്തി ഖുതുബ ഉസ്താദിനെ ഓതി കേൾപ്പിച്ചു. അതിനുശേഷം തേച്ച് വെച്ച ഒരു കമീസും ഉസ്താദ് ഉപയോഗിച്ചിരുന്നൊരു തലപ്പാവും എനിക്ക് തന്ന് സ്വന്തമായിട്ട് തന്നു. അത് ധരിച്ചുകൊണ്ട് ഖുതുബ ഓതാനാണ് ഉസ്താദ് എന്ന് ആവശ്യപ്പെട്ടത്. അപ്പം ഈ അർത്ഥത്തിലൊക്കെ അനന്തമായി സുദീർഘമായി നീണ്ടുപോകുന്നതാണ് ഉസ്താദുമായി ബന്ധപ്പെട്ട സ്മരണകൾ. എന്തായാലും പറഞ്ഞു തുടങ്ങിയപ്പോൾ അല്പം സുദീർഘമായി എന്ന് തോന്നുന്നു, ക്ഷമിക്കണം. ഉസ്താദിൻ്റെ ഉഖ്റവിയായ ദറജ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ആത്മീയമായ മദദ് അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. അവരെയും നമ്മയും നാളെ സുഖലോക സ്വർഗത്തിൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.